നമസ്കാരം. വിനോദയാത്രയ്ക്കിടെ ചിക്കമംഗലൂരുവിൽ കാണാതായ മലയാളി വിദ്യാർത്ഥിനിക്കായുള്ള തെരച്ചിൽ മൂന്നാം ദിവസവും വിഫലം. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശ് രോഹിണി ദമ്പതിമാരുടെ മകൾ ശ്രീനന്ദനെയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ കാണാതെയായത്. കുട്ടിയെ കാണാതായി 3 ദിവസം പിന്നിട്ടെങ്കിലും കുട്ടിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ കുട്ടിയെ ചിക്കമംഗളൂരു മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപത്തു നിന്നുമാണ് കാണാതെയായത്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിലും ബാബുദാൻ ഗിരിക്കുന്നിലും വ്യാഴാഴ്ചയും വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ബാബുദാൻ കുന്നിലെ 300 അടി താഴ്ചയിൽ വരെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് വ്യാഴാഴ്ച പരിശോധന നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്തിയില്ല. വെള്ളച്ചാട്ടത്തിൽ വീണെന്ന് സംശയമുയർന്നെങ്കിലും തെരച്ചിലിന് ശേഷം പോലീസ് അസാധ്യതയും തള്ളി. പോലീസും വനംവകുപ്പും ദുരന്ത നിവാരണ സേനയും ചേർന്ന് നടത്തുന്ന തെരച്ചിലിൽ ഡോഗ് സ്ക്വാഡുമുണ്ട്. ഡ്രോൺ ക്യാമറകളും വിന്യസിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെയുണ്ടായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് മറ്റ് 2 കുട്ടികൾക്കൊപ്പം ശ്രീനന്ദ ഫോട്ടോയും എടുത്തു. 4 മിനിറ്റിനുള്ളിലാണ് യാത്രാ സംഘത്തിൽ നിന്നും കുട്ടിയെ കാണാതെയാകുന്നത്. സംഘം തിരിച്ചിറങ്ങുന്നതിനിടെയാണ് ഒരാളെ കാണാനില്ല എന്ന വിവരം അറിയുന്നത്. ഇതിനിടെ മകളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്ന് സംശയമുള്ളതായും ഉടൻ കണ്ടുപിടിച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് ശ്രീനന്ദയുടെ മാതാപിതാക്കൾ ചിക്കമംഗളൂരു നോർത്ത് പോലീസിൽ വ്യാഴാഴ്ച പരാതിയും നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാരത്തിനെത്തിയ 40ഓളം കുടുംബാംഗങ്ങളുടെ സംഘത്തിലെ അംഗമായിരുന്നു ശ്രീനന്ദ. പാലക്കാട് നിന്നുള്ള സംഘം സന്ദർശിക്കുമ്പോൾ മറ്റ് 10 പേർ കൂടി വ്യൂ പോയിന്റിൽ ഉണ്ടായിരുന്നു. ഇവരെ തിരിച്ചറിയാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. ശ്രീനന്ദയ്ക്കൊപ്പം എത്തിയ 40 അംഗ സംഘത്തിലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 15 പേർ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ സ്ഥലത്ത് തങ്ങുന്നുണ്ട്. ചിക്കമംഗളൂരു ഡെപ്യൂട്ടി കമ്മീഷണർ NM നാഗരാജ, പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്രകുമാർ ദയാമ എന്നിവർ നേരിട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ദുരന്ത നിവാരണ സേന, വനം ജീവനക്കാർ, പോലീസ്, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. കുട്ടിക്കായി തെരച്ചിൽ ഊർജിതമാക്കണമെന്നും വനമന്ത്രി ഈശ്വർ ബി ഖന്ദ്രെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീനന്ദയെ കണ്ടെത്താനായി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. തെർമൽ ഡ്രോണുകളും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ബാബുദാൻ ഗിരിക്കുന്നുകളിലും പരിസരങ്ങളിലും വിന്യസിച്ചിട്ടുണ്ടെങ്കിലും 3 ദിവസം പിന്നിടുമ്പോഴും ശുഭകരമായ സൂചനകളൊന്നും ലഭിക്കാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കുട്ടി വെള്ളച്ചാട്ടത്തിൽ വീഴാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞതോടെ മറ്റ് സാധ്യതകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മകളെ ആരോ തട്ടിക്കൊണ്ടു പോയതാകാമെന്ന മാതാപിതാക്കളുടെ പരാതി അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാകാനും സാധ്യതയുണ്ട്. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് സഞ്ചാരികളെ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ കുട്ടി അപ്രത്യക്ഷമായത് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ അയൽ സംസ്ഥാനത്തെ പോലീസും വനംവകുപ്പും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. പാലക്കാട് നിന്നുള്ള വിനോദയാത്രാ സംഘത്തെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായ നിമിഷങ്ങളാണിപ്പോൾ കടന്നുപോകുന്നത്. കർണാടക വനമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. എത്രയും വേഗം ശ്രീനന്ദയെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും നാടും.